നമസ്കാരം. F1 ബ്രാഡ് പിറ്റിനെ നായകനാക്കി ജോസഫ് കൊസിൻസ്കി സംവിധാനം ചെയ്ത പടം. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള മലയാളത്തിലല്ലാതെ കണ്ടിട്ടുള്ള സിനിമകളിലെ ഗംഭീര പരിപാടി. വൺ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ്. നല്ല കിട്ടിലൻ ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ അന്യ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഈ സിനിമ വിഷ്വലി നൽകുന്ന ഒരു ട്രീറ്റ് ഉണ്ട്. അതല്ലാതെ ഈ സിനിമ ഇമോഷണലി ഒക്കെ നമുക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് രണ്ടാണ്. അപ്പോൾ ഇതിൽ രണ്ടും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു കിഡിലിന് ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ തന്നെ കാണേണ്ടി വരും. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ഡ്രാമയാണ്. പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഫെമിലർ ആയിട്ടുള്ള ഒരു സ്പോർട്സിനല്ല ഈ ഫോർമുല 1 റേസിംഗ് പരിപാടിയൊന്നും. എനിക്ക് അതിൻ്റെ ഒരു ടെക്നിക്കലി ഉള്ള സൈഡുകൾ, അതിൻ്റെ നിയമവശങ്ങളൊന്നും അധികം അറിയാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ അറിയാതിരുന്നിട്ട് പോലും ഒരു സ്പോർട്സ് ഡ്രാമ നൽകുന്ന സിനിമയുടെ എല്ലാ എക്സ്പീരിയൻസും, എല്ലാ ക്വാളിറ്റിയിലുള്ള എക്സ്പീരിയൻസും എനിക്ക് ആ സിനിമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ സിനിമയെ ബിൽഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ഈ പറഞ്ഞ കാർ റേസിംഗ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അതിൻ്റെ ടെക്നിക്കൽ പരിപാടികൾ, അതുപോലെ തന്നെ അതിൻ്റെ റേസിങ്ങിലുള്ള ഒരു എൻഗേജ്മെൻറ്റ്സ്, അതല്ലാതെ ഇമോഷണലുള്ള പരിപാടികൾ, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് പ്യുവറായിട്ട് നമുക്ക് കണക്റ്റ് ആവണമെങ്കിൽ ഈ പറഞ്ഞ കാർ റേസിങ്ങിനെ കുറിച്ചുള്ള ABCD എന്ന് അറിയണമെന്നില്ല. കാരണം അങ്ങനെ അറിയാത്ത ഒരാളായിട്ട് എനിക്കത് കൃത്യമായിട്ട് കണക്റ്റായി. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോസഫ് കൊസിൻസ്കിയാണ്. അദ്ദേഹത്തെ അറിയാമല്ലോ, ഒബ്ലിവിയോൺ, അതുപോലെ ടോപ്പ് ഗൺ മാവറിക് ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത് അദ്ദേഹവും അതുപോലെ ക്രൂഗർ എന്ന് പറയുന്ന ഒരാളുമാണ്. ഏഹ്റൻ ക്രൂഗർ എന്ന് പറയുന്ന ഒരാളാണ്. ക്രൂഗറാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആളുകൾ ചേർന്നാണ്. ബ്രാഡ് പിറ്റാണ് ഇതിൽ ഹീറോ, അദ്ദേഹമുണ്ട് പ്രൊഡ്യൂസറായിട്ട്. അതുപോലെ ഫോർമുല 1 റേസറായിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ ഉണ്ട്. ദെൻ ഡയറക്ടർ കൊസിൻസ്കി ഉണ്ട്. അങ്ങനെ കുറേ പേര് ചേർന്നാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൊളാബറേഷൻ ഉണ്ട്. കാരണം ഈ ഫോർമുല 1 ഗവേണിംഗ് ബോഡിയുടെ ഒരു കൊളാബറേഷൻ ഉണ്ട് ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല 1 ഒരുപാട് റേസേഴ്സൊക്കെ, ഒറിജിനൽ റേസേഴ്സൊക്കെ ഇതിനകത്ത് ഭാഗമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വല്ലാത്ത ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളിത് കാണുന്ന സമയത്ത് ഒരു റേസിംഗ് കാണുന്ന ഫീൽ തന്നെ ഉണ്ട് ഈ സിനിമയിലെ റേസിംഗ് സീനുകൾ കാണുമ്പോൾ. അങ്ങനെ ഒരുപാട് ടെക്നിക്കലി ആണെങ്കിലും അതുപോലെ ഈ പറഞ്ഞ ഒരു ഇമോഷണൽ തരുന്ന രീതിക്കാണെങ്കിലും ഈ സിനിമ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതിലൊരു പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സണ്ണി ഹെയിൻസ് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് മെയിൻലി. കാരണം അത് ചെയ്തിരിക്കുന്നത് ബ്രാഡ് പിറ്റാണ്. അദ്ദേഹം ഏതാണ്ട് 30 വർഷത്തോളമായി ഒരു ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ പേരിൽ ഫോർമുല 1 റേസിംഗിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഡ്രൈവിങ്ങിനോടും സ്പീഡിനോടും ഒക്കെ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും അതുപോലെ സഹതാരവും ആയിരുന്ന ഒരാൾ, അയാളുടെ ഒരു ഫോർമുല 1 ടീമുണ്ട്. ആ ടീം ഏതാണ്ട് വലിയൊരു തകർച്ചയിലാണ്. അപ്പോൾ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവറായിട്ട് സണ്ണിയെ തിരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ സണ്ണി വീണ്ടും ആ ഒരു പ്രായത്തിൽ തിരിച്ച് വീണ്ടും ഫോർമുല 1 റേസിംഗ് പിറ്റിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ദെൻ തുടർന്ന് അങ്ങോട്ട് കഥയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ ടീമിനൊപ്പം അദ്ദേഹം ചേരുന്നു, അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഥയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട വേറെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ പൊളിറ്റിക്സ് വളരെ വളരെ ക്ലിയർ ആണ്. സ്പോർട്സ് ഡ്രാമ ആണെങ്കിൽ പോലും ആ കൃത്യമായിട്ട് ആ ഒരു പൊളിറ്റിക്സ് അത് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, ഭയങ്കരമായിട്ട് സിനിമയിൽ വർക്കാവുന്നുണ്ട്. അതായത് പൊതുവെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് യുവ താരത്തോട് അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആളുകളോട് അവരുടെ ആറ്റിറ്റ്യൂഡിനോടൊക്കെ ഒരു എതിർപ്പുണ്ടാവും, ഒരു വിരോധം ഉണ്ടാവും. അപ്പോൾ അതൊരു ഈഗോ ആയിട്ടൊക്കെ വരും. അത് രണ്ട് സൈഡിലും ഉണ്ടാവും. അത് നേരെ തിരിച്ച് യുവാക്കൾക്കും ഉണ്ടാവും. അപ്പോൾ അത് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വളരെ 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 സ്മൂത്തായിട്ട് അത് മനസ്സിലാവുന്ന രീതിക്ക് സിനിമയിൽ പറഞ്ഞു പോകുന്നിട്ടുണ്ട്. അത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിലെ മത്സരങ്ങളും അതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഞാൻ പേഴ്സണലി ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയി. കാരണം ഇതിലെ മത്സരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ആളുകൾ തമ്മിലുള്ള ഒരു പരിപാടികളൊക്കെ തന്നെ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയി. ഒരു ഇംഗ്ലീഷ് സിനിമയിൽ അങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കാവുന്ന ആ സിനിമ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ. കാരണം അത്രയ്ക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ക്വാളിറ്റി, ടെക്നിക്കൽ ക്വാളിറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതല്ലാതെയും ഈ സിനിമ ഇഷ്ടപ്പെടുത്തും. നിങ്ങൾക്ക് കാർ റേസിങ്ങിനോടൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും, അതിൻ്റെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും ഈ സിനിമ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കാണാൻ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളൊരു സിനിമയാണ്.